മയ്യത്ത് കാണാൻ പോയാൽ പോലും ഈ മുസ്ലിം പെണ്ണിന്റെ ഒരുക്കം ഒടുക്കത്തെ ഒരുക്കമാണ്. ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വയറിന്റെ എത്ര അടി പുറത്ത് കാണണം, എത്ര അടി മറയ്ക്കണം, അത് കഴിഞ്ഞിട്ട് മുഖത്തെന്തൊക്കെ വേണം, ഏതൊക്കെ കളർ പൂശണം, കളർ അങ്ങോട്ട് പൂശി പറ്റുമെങ്കിൽ ചുണ്ടിലെന്തെങ്കിലും ഒന്ന് തേച്ച് കണ്ണിന്റെ അടിവശമൊക്കെ അങ്ങോട്ട് വരച്ച് മുഖത്തങ്ങോട്ട് സുന്ദരമായിട്ട് കളറ് പെയിന്റൊക്കെ വാരി പൂശി അവസാനത്തെ ഒരു ഒടുക്കത്തെ കുത്തൂടെ നെറ്റ് അങ്ങോട്ട് മുഖത്തൊരു കുത്തും കവളത്തൊരു കുത്തും കൊടുത്ത് ഇതൊക്കെയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആടിക്കൊഴഞ്ഞ് മയ്യത്ത് കാണാൻ പോന്ന കണ്ടാലും സിനിമ കാണാൻ പോകുന്നത് പോലാ പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലർക്കും വെറുപ്പ് തോന്നും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിലപ്പോൾ ഇലക്ഷനായ വോട്ട് തന്നില്ലെന്നിരിക്കും. എനിക്ക് വിരോധമില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീൻ നിരോധിച്ച കാര്യങ്ങളാണ്, വിലക്കിയ കാര്യങ്ങളാണ്. മുസ്ലിം പെണ്ണിന് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, നിശ്ചയം ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ആ ആർജവം, ആ ചങ്കൂറ്റം, ആ തഖ്വ, ആ ഭയം, ആ അള്ളാഹുവിനെ പേടി, ഇത് മുസ്ലിം പെണ്ണിനുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സിൻഫാനി മിൻ ഉമ്മത്തി. വിഷയം മാറി മാറി പോവാണ്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. പറയാതിരുന്നാ പടച്ചോന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി വനിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത്തി കദാ വകദാ നബിയുനാ റസൂലുള്ളാഹി. എന്റെ സമുദായത്തിൽ നിന്ന് രണ്ടു കൂട്ടം ആളുകൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വിനീതനായ അബ്ദുൽ നാസർ മഅദനി രാജ്ഭവൻ മാർച്ച് നടത്തി വരുമ്പോൾ ബാബരി മസ്ജിദ് പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിന്റെ ഭാഗമായി അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ വരുമ്പോഴും പാതിരാത്രി വരെയും മഅദനിയെ കാണാൻ കാത്തുനിന്ന പെങ്ങന്മാരെ, അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ വീടിന്റെയും കെട്ടിടങ്ങളുടെയും മുന്നിൽ തടിച്ചുകൂടി നിന്നുകൊണ്ട് മഅദനിയോട് ഇഷ്ടം കാണിച്ച പെങ്ങന്മാരെ, വിനീതനായ മഅദനിയുടെ വാള് കേൾക്കുമ്പോൾ പകല് മൊത്തം നോമ്പ് നോറ്റ് ക്ഷീണിച്ചിട്ടും രാത്രിയിൽ വാള് കേൾക്കാമെന്ന് വെളുപ്പാൻ കാലം വരെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് നിലനിർത്തണം, അതിനുവേണ്ടി നിങ്ങളെ ഒന്ന് സുഖപ്പെടുത്തി പ്രസംഗിച്ചു പോകണം. ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ നാളെ മഅദനിക്ക് റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ, എനിക്ക് നിങ്ങളോടുള്ള താല്പര്യം ആത്മാർത്ഥമാണോ, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ആത്മാർത്ഥമാണോ, എനിക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധത ആത്മാർത്ഥമാണോ, നിങ്ങളുടെ പരലോകം രക്ഷപ്പെടണം, അതിനുവേണ്ടി മഅദനി സംസാരിക്കണം, അതിനുവേണ്ടി മഅദനി പ്രസംഗിക്കണം. പ്രസംഗിക്കാതെ മഅദനി പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മഅദനിക്ക് മറുപടി പറയാനുണ്ടാകില്ല പെങ്ങന്മാരെ. അതുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് രണ്ടു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഉടനെ നബി പറഞ്ഞു, ലം അറഹുമാ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അള്ളാന്റെ റസൂൽ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ പറയാ, പടച്ചോനെ എന്റെ കണ്ണുകൊണ്ട് അവരെ കാണിക്കല്ലേ. ഓ, ഹബീബായ നബി ആരെങ്കിലും ഇങ്ങനെ ശപിച്ചിട്ടുണ്ടോ? സ്വന്തം കൊച്ചാപ്പ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ തിരുമുന്നിലിട്ട് കഷണം കഷണമായി വെട്ടി മുറിച്ച അക്രമികൾ റസൂലുള്ളാന്റെ അടുക്കൽ പിന്നെ വന്നപ്പോൾ അള്ളാന്റെ റസൂല് മാപ്പ് കൊടുത്തു. സ്വന്തം ശരീരത്ത് കല്ലുകൊണ്ടെറിഞ്ഞ് ചോരയും മാംസവും ധാരധാരയായി കഷണം കഷണമായി മാംസം മുറിഞ്ഞ് ചോര ചാലിട്ടൊഴുകുമ്പോൾ ഈ ശത്രുക്കളെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു വന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കാരുണ്യത്തിന്റെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അവരെ ആക്രമിക്കണ്ടായെന്ന്, അവരെ നശിപ്പിക്കണ്ടായെന്ന്. ആ ഹബീബായ നബി കാരുണ്യത്തിന്റെ കടലാണ്. ആ പ്രവാചകൻ പറഞ്ഞു, രണ്ടു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ലം അറഹുമാ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല എന്നും അർത്ഥമുണ്ട്, ഞാൻ കാണാതിരിക്കട്ടെ എന്നും പറയാൻ പറ്റുന്ന വാക്കാണ് പ്രവാചകൻ ഉപയോഗിച്ചത്. എന്താ ഈ ലം അറഹുമാ, ഞാൻ അവരെ രണ്ടു കൂട്ടരെയും കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ള ശപിച്ച ആരായി രണ്ടു കൂട്ടർ? ആദ്യത്തെ ഒരു കൂട്ടർ ഇവിടെ പറയൽ സന്ദർഭോചിതമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അത് പിന്നീട് ഒരിക്കലാകാം, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞു,
ഹബീബായ നബി എന്റെ കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യല്ല റബ്ബേ എന്നല്ലാന്റെ റസൂല് പറഞ്ഞ് ശാപത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച രണ്ടാമത്തെ കൂട്ടരാരാണ്? വനിസാഉൻ, പെണ്ണുങ്ങളാണ്. എങ്ങനത്തെ പെണ്ണുങ്ങൾ? അള്ളാന്റെ ഹബീബ് എന്താണ് പെണ്ണുങ്ങളെ ആക്ഷേപിച്ചത്? അള്ളാന്റെ റസൂല് പെണ്ണുങ്ങളോട് എതിർപ്പുള്ള ആളായിരുന്നോ? സ്ത്രീകളോട് വിയോജിപ്പുള്ള ആളായിരുന്നോ? ഒരിക്കലും ആയിരുന്നില്ല. ഖദീജയുടെ ഭർത്താവായ ആയിഷയുടെ ഭർത്താവായ ഫാത്തിമയുടെ പിതാവായ നബി മുഹമ്മദ് മുസ്തഫ സ്ത്രീകളോട് വെറുപ്പുണ്ടായിരുന്ന ആളായിരുന്നില്ലെന്ന് മാത്രമല്ല, സ്ത്രീക്ക് സ്ത്രീത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ അവകാശം നേടിക്കൊടുത്തത് ആദ്യമായി ഈ ലോകത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം അതിന്റെ യഥാർത്ഥ ഉച്ചകോടിയിൽ എത്തിച്ചു കൊടുത്തത് നബി മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി പെണ്ണുങ്ങളെ ശപിച്ചത് എന്തുകൊണ്ടാണ്? ഏത് പെണ്ണുങ്ങളാണ്? വനിസാഉൻ, പെണ്ണുങ്ങള്. എങ്ങനത്തെ പെണ്ണുങ്ങൾ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. 14 മുമ്പ് ഹബീബായ നബി ഇത് പറയുമ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അള്ളാഹു താല കാലത്തിന്റെ മറയങ്ങ് മാറ്റിക്കൊടുത്തപ്പോൾ 14 നൂറ്റാണ്ടിന് ശേഷം കേരള, ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലെ ഏപ്രിൽ മാസം 15-ാം തീയതി അർദ്ധരാത്രിയിൽ വിനീതനായ അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഅ്ദനിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ 14 മുമ്പ് അള്ളാന്റെ റസൂല് കണ്ടു. പെങ്ങളെ, ആ പെങ്ങളെ കണ്ടിട്ട് ഹബീബായ നബി പറഞ്ഞു, എന്റെ കണ്ണുകൊണ്ട് പെണ്ണുങ്ങളെ കാണിക്കല്ല റബ്ബേ. എങ്ങനത്തെ പെണ്ണുങ്ങളാണ്? കാസിയാത്തുൻ, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്തുൻ, അവര് നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവര് നഗ്നരാണ്. അവരുടെ നഗ്നത പുറത്താണ്. പേരിനവര് ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, പേരിനവര് സാരി ഉടുത്തിട്ടുണ്ട്, പേരിനവർ ഉടുപ്പിട്ടിട്ടുണ്ട്. പക്ഷേ കണ്ടുകൂടാത്ത ശരീരത്തിന്റെ ഭാഗങ്ങൾ, മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗവും അവർക്ക് ഔറത്താണ്. ആ ഔറത്ത്, അവരുടെ ശരീരത്തിന്റെ ഔറത്ത് പുറത്താണ്. വയറ് പുറത്താണ്, മുതുക് പുറത്താണ്, കഴുത്ത് പുറത്താണ്. അങ്ങനെ ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും പുറത്താണ്. ഇങ്ങനെ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങൾ, ഇത് മഅ്ദനി പറയുന്നതല്ല. കാസിയാത്തുൻ, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്തുൻ, അവര് നഗ്നരാണ്. മായിലാത്തുൻ, അവര് ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവരാണ്. മുമീലാത്തുൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിപ്പിക്കുന്നവരുമാണ്. റൂസുഹുന്ന, അവരുടെ മുടിയുണ്ടല്ലോ അത് അസ്നിമത്തിൽ ബുഹത്തിൽ മായില, ഒട്ടകത്തിന്റെ മുതുകിലെ രോമം കൂടിയിരിക്കുന്നത് പോലെ മുടിയെല്ലാം കൂടി ചുരുട്ടിക്കെട്ടി വെക്കുന്ന പെണ്ണുങ്ങളാണ്. ശരീരം മറച്ചിട്ടുണ്ടോ? മറച്ചിട്ടുണ്ട്. പക്ഷേ അവര് നഗ്നരാണ്. അവര് റോഡിലൂടെ ചാഞ്ഞും ചരിഞ്ഞും നടന്ന് കുണുങ്ങി കുണുങ്ങി നടന്ന് മറ്റുള്ള പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന പെണ്ണുങ്ങളാണ്. മുടി ചുരുട്ടിക്കെട്ടി വെക്കുന്ന പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, ഈ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിന്റെ മണം പോലും പെണ്ണുങ്ങൾക്ക് കിട്ടൂല. ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത്തി കദാ വകദാ, സ്വർഗത്തിന്റെ മണമെങ്ങാനും ദുനിയാവിൽ അടിച്ചു വീശിയാൽ അത് ഈ അറ്റം മുതൽ, ദുനിയാവിന്റെ ഒരറ്റം മുതൽ ഉദയം മുതൽ അസ്തമയം വരെ അടിച്ചു വീശുന്ന ആ മണം ഈ പെണ്ണിന് കിട്ടൂല. ഇത് പറയുന്നത് മഅ്ദനിയല്ല പെങ്ങളെ. ഔറത്ത് പുറത്ത് കാണിക്കുന്ന പെണ്ണിന് സ്വർഗത്തിൽ കടക്കില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. അവൾക്ക് ശിക്ഷ കിട്ടുമെന്നല്ല റസൂലുള്ള പറഞ്ഞത്. സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ലഭിക്കൂല. ഇത് പറഞ്ഞത് മഅ്ദനിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമത് അയാൾ വെറുതെ പറയുകയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത നാക്കുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താ നീ ഔറത്ത് മറയ്ക്കാതെ നടക്കുന്നത്? അത് ഫാഷനാണ്. ഔറത്ത് മറയ്ക്കാത്തത് ഫാഷനാണ്. ഇത് പരിഷ്കാരമാണ്. പർദ്ദ ഇടുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ശരീരം മറയ്ക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ഫുൾ കൈ ഉടുപ്പിടുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ശരീരം മറയുന്ന ചുരിദാർ ഇടുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ഫാഷൻ ഏതാണ്? അത് മഹിളാരത്നത്തിൽ പറയുന്നതാണ് ഫാഷൻ.
അത് വനിതയിൽ പറയുന്നതാണ് ഫാഷൻ, അത് മനോരമയിലും മംഗളത്തിലും പറയുന്നതാണ് ഫാഷൻ. ഫാഷൻ ഇതാണ്. ഫാഷനാക്കി ഇതിനെ മാറ്റി മുസ്ലിം പെണ്ണിനെ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ശ്രമം നോക്കുക. ഇന്നിറങ്ങിയ മഹിളാരത്നമുണ്ട്, വായിച്ചു നോക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ മഹ്ദനി അത് വായിച്ചു നോക്കി. ഇന്ന് പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് മഹിളാരത്നത്തിനകത്ത് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ നടത്തുന്ന പെണ്ണിനെ കുറിച്ചൊരു വലിയ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പെണ്ണിന്റെ പ്രത്യേകത എന്നറിയോ? അവള് മുസ്ലിം പെണ്ണാണ്, കൊടുങ്ങല്ലൂരുകാരിയാണ്. അവളുടെ പേര് നിമ്മി എന്നാണ്, ഭർത്താവിന്റെ പേര് ഷെറീഫ് എന്നാണ്. നിമ്മി ഷെറീഫ് എന്ന് പറയുന്ന പെണ്ണിന്റെ ഫോട്ടോകൾ മാറി മാറി കൊടുത്തുകൊണ്ട് ഈ ഇസ്ലാമിന്റെ മതമൗലികവാദത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു ചാടി ബ്യൂട്ടി പാർലർ നടത്താൻ തയ്യാറായി വന്ന പെണ്ണിനെ വാനോളം പുകഴ്ത്തുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, നിങ്ങൾ തൃശ്ശൂർ 8 കൊല്ലം കൊണ്ട് ബ്യൂട്ടി പാർലർ നടത്തുമ്പോൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പുണ്ടായില്ലേ? ഉടനെ അവള് പറയുന്നു, എല്ലാ കാര്യങ്ങളെയും മതത്തിന്റെ കണ്ണോടുകൂടി കാണുന്ന വൃത്തികെട്ട സ്വഭാവം കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾക്കില്ല. അതുകൊണ്ട് അവര് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അവളോട് ചോദിക്കുന്നു, മുസ്ലിം പെണ്ണുങ്ങൾ വരാറുണ്ടോ നിങ്ങളുടെ ബ്യൂട്ടി പാർലറില്? ആദ്യം ഒന്നും വരാറില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കാട്ടൂരിന്നും ചാവക്കാടെന്നും ഒക്കെ മുസ്ലിം പെണ്ണുങ്ങൾ വരുന്നുണ്ട്, ഗൾഫുകാരുടെ ഭാര്യമാര് വരുന്നുണ്ട്, അവർക്കിപ്പൊ ഇത് ഇഷ്ടമാണ് ബ്യൂട്ടി പാർലറിൽ വരുന്നത്. എന്തിനാ മോളെ ഈ ബ്യൂട്ടി പാർലർ പോണത്? എവിടുന്നാ ഈ സംസ്കാരം കിട്ടിയത്? ഇത് മുസ്ലിമിനെ, ഒരു മുസ്ലിം പെണ്ണിനെ ഇതിന് കിട്ടിയപ്പോൾ, ഒരു മുസ്ലിം പേരുള്ള പെണ്ണിനെ കിട്ടിയപ്പോൾ അവളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവളുടെ വിവിധ പോസുകളിലെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ഇനിയും മുസ്ലിം പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലറുകൾ നടത്താൻ തയ്യാറായി വരണമെന്ന ആഹ്വാനത്തോടെ ലേഖനം അവസാനിക്കുമ്പോൾ, ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡന്റിറ്റിയിൽ നിന്ന് മാറ്റാനുള്ള ഗൗരവതരമായ ശ്രമം, ധ്രുവത്തിലൂടെ നടത്തിയ ശ്രമം, ഇൻസ്പെക്ടർ ബൽറാമിലൂടെ നടത്തിയ ശ്രമം, ഗസലിലൂടെ നടത്തിയ ശ്രമം, കമ്മീഷണറിലൂടെ നടത്തിയ ശ്രമം, സ്ഫടികത്തിലൂടെ നടത്തിയ ശ്രമം, മഹിളാരത്നത്തിലൂടെ നടത്തുന്ന ശ്രമം, ഈ ശ്രമമെല്ലാം ഐഡന്റിറ്റിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്തിനാ പ്രിയപ്പെട്ട പെങ്ങളെ? അള്ളാഹു നിനക്ക് സുന്ദരമായ ചുണ്ട് തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അവർക്ക് ഞാൻ കണ്ണു കൊടുത്തില്ലേ? അവർക്ക് ഞാൻ ചുണ്ട് കൊടുത്തില്ലേ? ഈ സുന്ദരമായ ചുണ്ട് എത്ര ഗംഭീരമാണ്! സിഗരറ്റ് വലിച്ച് കറുപ്പിക്കാത്ത ചുണ്ടിന്റെ രസമെന്താണ്? മുറുക്കി നശിപ്പിക്കാത്ത ചുണ്ടിന്റെ രസമെന്താണ്? എത്ര സുന്ദരമാണ് മക്കളെ ഈ ചുണ്ട്! ഈ ചുണ്ടിന്റെ സൗന്ദര്യം എത്ര വലുതാണ്! അള്ളാഹു തന്ന ചുണ്ടിന്റെ മഹത്വം അറിയണമെങ്കിൽ രാവിലെ പോയിട്ട് നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് മുകളിലത്തെ ചുണ്ട് മുകളിലേക്ക് പിടിച്ചു മാറ്റിയിട്ട് താഴത്തെ ചുണ്ട് താഴേക്കും പിടിച്ചു മാറ്റിയിട്ട് കണ്ണാടിയിൽ നോക്കണം. പടച്ചോനെ, എന്താണ് റബ്ബ് തന്ന ചുണ്ടിന്റെ വിലയെന്ന് മനസ്സിലാകും. ഈ മുഖമൊക്കെ പടച്ചോൻ സൃഷ്ടിച്ചപ്പോൾ ഈ 2 ചുണ്ടില്ലാതായിരുന്നു സൃഷ്ടിച്ചതെങ്കിൽ ഈ കോലം എന്തായി പോകുമായിരുന്നു മുസ്ലിമേ? ഈ സുന്ദരമായ റബ്ബ് തന്ന ചുണ്ട്, ഇത് മനുഷ്യന്റെ ചുണ്ടിനൊരു കളറുണ്ട്, ഒരു നിറമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. എന്നാൽ 4 മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? ചെറിയ ചെറിയ മാനിനെയും ചെറിയ ചെറിയ ജീവികളെയും പിടിച്ച് കടിച്ചു തിന്നുന്ന പുലികളെ കണ്ടിട്ടില്ലേ? വേണ്ട, പശുവിനെയും പോത്തിനെയും അറുക്കുന്ന അറവുശാലയിൽ വന്നിട്ട് രക്തം നക്കി കുടിച്ചിട്ട് പോകുന്ന പട്ടിയെ കണ്ടിട്ടില്ലേ? രാവിലെ രക്തം നക്കി കുടിച്ചിട്ട് പോകുന്ന പട്ടിയുടെ ചുണ്ട് ചുമന്നിരിക്കും. എന്തിനാ മുസ്ലിം പെണ്ണേ നിന്റെ സുന്ദരമായ ചുണ്ടില് നീ ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് പട്ടിയുടെ ചുണ്ട് പോലെ ചുണ്ട് ചുമപ്പിക്കുന്നത് എന്തിനാ മോളെ? എന്തിനാ ഈ ചുണ്ടിന്റെ നൈർമല്യം കളയുന്നത് മോളെ? ഈ സുന്ദരമായ ചുണ്ട് നായയുടെ ചുണ്ട് പോലെ ചുമപ്പിക്കണോ മോളെ? നിന്റെ റബ്ബ് നിനക്ക് തന്ന നഖത്തിലേക്ക് നീ നോക്കാ. നീ നഖത്തിന്റെ നിറം എത്ര സുന്ദരമാണ്! ഈ നഖത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഈ നഖത്തിന്റെ നിറം, ഇതേ നിറമുള്ള ഒരു സാധനത്തെയും റബ്ബ് തആല ദുനിയാവിൽ വേറെ പടച്ചിട്ടില്ല. അങ്ങനത്തെ നിറമാണ് ഒരു യഥാർത്ഥ നഖത്തിന്റെ നിറം. ആ സുന്ദരമായ നഖം റബ്ബ് തന്നത് മനുഷ്യന്റെ നഖമാണ്. മനുഷ്യന്റെ നഖത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ സുന്ദരമായ നഖം എന്തിനാണ് പൊന്നുമോളെ? ചെറിയ ചെറിയ കടുവ, ചെറിയ ചെറിയ മാനിനെയും ചെറിയ ചെറിയ മുയലുകളെയും പിടിച്ച് കടിച്ചു കീറി തിന്നുന്ന 4 മൃഗങ്ങളുണ്ട്.
നഖം കുത്തിയിറക്കി കൊന്നു തിന്നുന്ന മൃഗങ്ങളുണ്ട്. പുലിയും കടുവയും പോലുള്ള നാൽക്കാലി മൃഗത്തിന്റെ നഖം, അത് ചെറിയ ചെറിയ ജീവികളെ പിടിച്ചു കീറി തിന്നു കഴിയുമ്പോൾ ആ നഖം ചുമന്നിരിക്കും. എന്തിനായി സുന്ദരമായ നഖത്തിൽ നീ ക്യൂടെക്സ് പുരട്ടി നിന്റെ നഖം നീ നാൽക്കാലി മൃഗത്തിന്റെ നഖം പോലെ ചുമപ്പിക്കുന്നത് എന്തിനാ മോളെ? ഈ കണ്ണിന്റെ സൗന്ദര്യം എത്ര വലുതാണ്, ഈ കണ്ണെത്ര സുന്ദരമാണ്. ഈ അനുഗ്രഹീതമായ കണ്ണിന് അള്ളാഹു തന്ന സൗന്ദര്യമുണ്ട്. ആ കണ്ണിന്, മനുഷ്യന്റെ കണ്ണിന് ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ എന്റെ നാട് കൊല്ലം ജില്ലയിലാണ്, കുന്നത്തൂർ താലൂക്കിലാണ്, ശാസ്താംകോട്ട പഞ്ചായത്തിലാണ്. ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും അധികം കുരങ്ങുകളുള്ള നാടാണ്. ചെറുപ്പകാലം മൊത്തവും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും മറ്റും കുരങ്ങുകളുമായി പിടിവലി നടത്താൻ രസമായി കണ്ടിരുന്ന ആളാണ്. അങ്ങനത്തെ കുരങ്ങുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുരങ്ങിന്റെ കണ്ണിന്റെ താഴ്ഭാഗമെല്ലാം കറുത്തിരിക്കുകയാണ്. മനുഷ്യന്റെ കണ്ണിന്റെ താഴ്ഭാഗത്തിന് ആ കറുപ്പില്ല. എന്തിനാ മോളെ നിനക്ക് തന്ന സുന്ദരമായി കണ്ണില് നീ കൺമഷി വാങ്ങി പുരട്ടി നീ കുരങ്ങിന്റെ കണ്ണ് പോലെ കറുപ്പിക്കുന്നത് എന്തിനാ മോളെ? എന്തിനാ നമുക്ക് രക്തം കുടിക്കുന്ന നായയുടെ ചുണ്ട്? എന്തിനാ നിനക്ക് മൃഗത്തെ പിടിച്ചു കീറി തിന്നുന്ന മൃഗങ്ങളുടെ ചുണ്ട്? എന്തിനാ നിനക്ക് കുരങ്ങിന്റെ കണ്ണ്? പൊന്നുമോളെ, എന്തിനായി ശരീരം തുറന്നിടുന്നത്? ഇതുകൊണ്ട് എന്ത് പുണ്യമാ കിട്ടുന്നത്? റോഡിൽ നിൽക്കുന്ന ആളുകൾ നിന്റെ വയറ് കണ്ടത് കൊണ്ട് എന്ത് പുണ്യം മോളെ? കല്യാണ വീട്ടിൽ പോകുമ്പോൾ നിന്റെ വയറ് കണ്ടത് കൊണ്ട് എന്ത് പുണ്യം മോളെ? മഹ്ദനി പറയുന്നത് സെക്ഷലായി പോകുന്നു ആർക്കും തോന്നല്ലേ. മഹ്ദനിക്കത് പറയുന്ന പ്രത്യേകമായ നരമ്പ് രോഗമൊന്നുമില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ പൊന്നുപെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് മാത്രം സമർപ്പിക്കാൻ നിനക്ക് തന്ന ശരീരം, എന്തിനാ ശരീരം നീ തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത്? ഇത് വിലയുള്ളതാണ് പെണ്ണിന്റെ ശരീരം. അതുകൊണ്ടാ മോളെ പെണ്ണിന്റെ ശരീരത്തിന് വില പിടിപ്പുള്ളത് കൊണ്ടാ മറച്ചു വെക്കാൻ പറഞ്ഞത്. വിലയുള്ള സാധനം എപ്പോഴും മറച്ചു വെക്കാനാ പറയല്. എപ്പോഴും വിലയുള്ളത് മറച്ചു വെക്കും. നോക്കുക, നിങ്ങൾ മഹ്ദനി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, ഒരാളൊരു നല്ല പൊതി കൊണ്ടുവരുന്നു, സുന്ദരമായ ഒരു പൊതി. എല്ലാരും നോക്കുന്നു, എന്താ കൊണ്ടുവരുന്നത്? ഒരു പൊതി കൊണ്ടുവന്ന് എന്റെ കൈ കൊണ്ട് തന്നു. നല്ല പ്രസന്റേഷൻ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ ഒരു പൊതി. ഉടനെ ഇരിക്കുന്നവർക്കൊക്കെ ആകാംക്ഷ, ഇതെന്തായി കൊണ്ടു കൊടുത്ത്? പണമാണോ? അതേ സ്വർണമാണോ? അതേ മറ്റു വല്ല സാധനം? മഹ്ദനിക്ക് കൊണ്ടു കൊടുത്തത് കൊണ്ട് ബോംബാണോ? എന്തായിരിക്കും ഇത്? ഈ പൊതിക്കകത്ത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. ഞാനത് പൊട്ടിച്ച് എടുത്ത് നോക്കി കാണിക്കുന്നവരെ കാണാനുള്ള വ്യഗ്രതയാ. കാണണം. എന്താ അത് മറച്ചു വെച്ചേക്കുന്നുണ്ട്. വേറൊരാള് ഒരു പാത്രത്തിനകത്ത്, ഉസ്താദേ പ്രസംഗമൊക്കെ തീരാറായി, അത്താഴത്തിന്റെ സമയമായല്ലോ, കഴിച്ചോന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പം എടുത്ത് തുറന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എല്ലാരും നോക്കി, എന്താ അത്? അത് അപ്പമാണ്. പിന്നെ നോക്കി, എന്താ അത്? അപ്പമാണ്. അപ്പോ അത് അതിന് പിന്നെ വേറെ പ്രത്യേക പരിഗണന. അതേസമയം പൊതിഞ്ഞു കൊണ്ടുവച്ച സാധനമോ എന്താന്നറിയാനുള്ള വ്യഗ്രത. മുത്തുകച്ചവടക്കാരുണ്ട്, ഇവിടെ ഒന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടും വെഞ്ഞാറമൂട് പ്രദേശത്തൊക്കെ ഈ വൈരക്കല്ലുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. ചില കല്ലിനൊക്കെ ഭയങ്കര വില, കോടിക്കണക്കിന് രൂപയുടെ വില. ചിലർക്കൊക്കെ ലക്കി ചാൻസിൽ ഇങ്ങനെ കല്ല് കിട്ടിയാൽ. അടുത്ത സമയത്ത് ഒരാളൊരു കല്ല് വാങ്ങിച്ച്, എന്തോ കുറഞ്ഞ വിലയ്ക്കൊരു കല്ല് വാങ്ങിച്ചു. അയാൾക്ക് കൊണ്ടു കൊടുത്ത ആളിന് അതിന്റെ മഹത്വം അറിയത്തില്ലായിരുന്നു. ഇയാൾ ആ കല്ലിനെ കുറിച്ച് കുറെ കൂടെ അയാൾ കൊണ്ടുവന്ന ആള് കരുതിയതിനേക്കാളും മെച്ചമായ കല്ലാണെന്ന് തോന്നിയത് കൊണ്ട് ഒരുവിധം വില കൊടുത്തു വാങ്ങി. പക്ഷെ ഈ കല്ല് ഹൈദരാബാദിൽ നിന്നും നൈസാം കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ കല്ല് വാങ്ങാൻ വേണ്ടി വന്നു. അയാൾ വന്നു ചോദിച്ചു, കല്ല് കാണിച്ചു. എന്തോ വേണോന്ന് ചോദിച്ചു. എന്ത് തരാൻ പറ്റൂന്ന് ചോദിച്ചു. 95 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അതാണ് കല്ല്. കല്ലറിയുന്നവൻ നോക്കിയപ്പോൾ ഇയാള് 10,000-100,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിന് ഒരൊറ്റ കയറ്റം. അപ്പൊ ഇങ്ങനത്തെ കല്ല് കച്ചവടക്കാരുണ്ട്. ഇവരുടെ വീട്ടിലൊരു നല്ല വൈരക്കല്ല് വാങ്ങാൻ വേണ്ടി പോയാലേ, വൈരക്കല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയാൽ അവിടെ ചെല്ലുന്നടനെ വൈരക്കല്ല് വാരി ഇങ്ങനെ ചാക്കിനകത്ത് കൂട്ടി വീടിന്റെ മുന്നിൽ ഇട്ടേക്കല്ല. വൈരക്കല്ല് വാരി ഇങ്ങനെ വീടിന്റെ മുന്നിൽ ഇട്ടേക്കല്ല. വന്നു, എന്താ? ഒരു കല്ല് വേണം. ഏത് തരം? അതിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. ശരി, ഇരിക്കൂ. കൂൾ ഡ്രിങ്ക്സ് വേണോ, കോഫി വേണോ? കല്ല് വേണോ എന്ന് പറയുന്ന ആളിനോട് തിരിച്ചു ചോദിക്കുന്ന ഇതാ, കൂൾ ഡ്രിങ്ക്സ് വേണോ, കോഫി വേണോ? അപ്പൊ അയാൾ ആവശ്യമുള്ളത് പറയും, കൊടുക്കും. എന്നിട്ട് പതുക്കെ അയാളെ വിളിക്കും.
അടുത്ത മുറി തുറക്കും, ആ മുറിയിലോട്ട് കയറും, അവിടുന്ന് വേറൊരു മുറി തുറക്കും, അതിൽ കയറും, അവിടുന്ന് അടുത്ത മുറി തുറക്കും, അതിൽ കയറും. എന്നിട്ട് അതിനകത്തൊരു അലമാര ഉണ്ടാവും, അലമാര തുറക്കും, അതിനകത്തൊരു വലിയ അറ ഉണ്ടാവും, അത് തുറക്കും, അതിനകത്തൊരു പെട്ടി ഇരിക്കുന്നുണ്ടാവും, അത് തുറക്കും, അത് തുറക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ പെട്ടി ഇരിക്കുന്നുണ്ടാവും, അത് തുറക്കും, അപ്പോൾ അതിനകത്തൊരു പഞ്ഞിക്കെട്ടുണ്ടാവും, ആ പഞ്ഞി മാറ്റും, അപ്പോഴതാ തിളങ്ങുന്ന മുത്തേ 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 മുത്ത്, വിലപിടിപ്പുള്ള മുത്ത്, ഇത്രയും പ്രാധാന്യത്തോടെ മറച്ചു വെക്കും അത്. അതേസമയം ഉണക്കക്കപ്പ വാങ്ങാൻ പോയാലോ, കടയിൽ ചെന്നു, എന്താ കുറച്ച് ഉണക്കക്കപ്പ വേണം, എത്ര കിലോ വേണം, ഒരു 4-5 കിലോ വേണം, വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും, തൂക്കും, ഇട്ട് കൊടുക്കും. കപ്പ കടയുടെ ഒരു മൂലയിൽ ഇങ്ങനെ ഇട്ടേക്കും. ഉപ്പ് വാങ്ങാൻ ചെന്നാലോ, കടയുടെ മൂലയിൽ ചാക്കിൽ ഇങ്ങനെ ഇട്ടിരിക്കും ഉപ്പ്, എനിക്ക് കുറെ ഉപ്പ് വേണം, 2 കിലോ ഉപ്പ് വാങ്ങി, ഉപ്പിന്റെ ചാക്ക് അവിടെ തന്നെ കിടക്കും, എടുത്ത് അകത്ത് പോലും വെക്കൂല, രാത്രി വന്ന് പട്ടി വരെ മൂത്രം ഒഴിക്കും, എന്നാലും ഉപ്പിന്റെ ചാക്ക് അവിടെ കിടക്കും. ഇസ്ലാം പറഞ്ഞു, പെണ്ണ് ഉപ്പല്ല, മുത്താണ്, പെണ്ണ് മുത്താണ്, മുസ്ലിം പെണ്ണ്. ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ, പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് അത് വൈഡമല്ല, വൈഡൂര്യമല്ല, മരതകമല്ല, ഗോമേതകമല്ല, അത് പെണ്ണാണ്, സത്വൃദ്ധയായ ഒരു പെൺകുട്ടി. കേട്ടോ, അള്ളാന്റെ റസൂലായത് പറഞ്ഞു. ഇവിടെ ഇപ്പൊ അച്യുതാനന്ദനും ഒക്കെ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയമായി പോകും പോട്ടെ, ഇസ്ലാം പെണ്ണിനൊരു വിലയും കൊടുക്കുന്നില്ലെന്നാ പറയുന്നത്. അയ്യോ, ഇത്രയും മോശമായും പ്രാകൃതമായും മ്ലേച്ഛമായും സ്ത്രീകളെ കാണുന്ന ഒരു ശരീഅത്ത്, ആ ശരീഅത്തിന്റെ പുറകെ നടക്കുകയാണ് സേട്ടുവും മൗദനിയും എന്നൊക്കെയാ പറയുന്നത്. ഇവരില്ലാത്തതുകൊണ്ടാണ്. ചങ്ങമ്പുഴ പാടി മലയാള സാഹിത്യത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ചങ്ങമ്പുഴ, നാരിമാർ നാരിമാർ നാണംകുണുങ്ങികൾ, വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ, പെണ്ണൊരുത്തിയ പടച്ചില്ലായിരുന്നെങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമാകുമായിരുന്നേനെ. പെണ്ണൊരുത്തിയ പടച്ചില്ലായിരുന്നെങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമാകുമായിരുന്നേനെ. നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വവിപത്തിന്റെ നാരായ പേരുകൾ. ലോകത്തുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാര് പെണ്ണുങ്ങളാണെന്നാ ചങ്ങമ്പുഴ പറഞ്ഞത്. പക്ഷെ സാധാരണ നിലയിൽ ലോകത്തെ എല്ലാ കുഴപ്പത്തിനും കാരണക്കാര് പെണ്ണാ. ലാത്തൂരിലും കിലാരിയിലും ഭൂകമ്പം ഉണ്ടായത് പെണ്ണുള്ളത് കൊണ്ടാ, കൊച്ചിയിൽ കൊതുക് പെരുത്തത് പെണ്ണുള്ളത് കൊണ്ടാ, ലോകത്തുള്ള കുഴപ്പങ്ങൾക്ക് മൊത്തം കാരണം പെണ്ണാ. എന്നിട്ട് പറയുന്നു, പെണ്ണൊരുത്തിയ പടച്ചില്ലായിരുന്നെങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമാകുമായിരുന്നേനെ. ഇപ്പൊ പെണ്ണില്ലാത്ത സ്വർഗം എന്താണെന്നൊക്കെ ഉള്ളത് ചങ്ങമ്പുഴയ്ക്ക് എന്നേ മനസ്സിലാവുകയുള്ളൂ, നമുക്കാർക്കും മനസ്സിലാവൂല. അപ്പോഴങ്ങനെ ആ മനുഷ്യനെ മലയാള സാഹിത്യത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ, പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് ഒരു സദ്വൃത്തയായ പെൺകുട്ടിയാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനൊരു വിലയും കൊടുക്കുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണ് വിലപിടിപ്പുള്ളതാണ്, പെണ്ണ് വിലപിടിപ്പുള്ളതാണ്, അത് വിലപിടിപ്പുള്ള ശരീരമാണ്, അതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കേണ്ടതാണ്. അത് ആർക്കെങ്കിലും ആവശ്യമെന്ന് തോന്നിയാൽ അത് ബന്ധുക്കൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചിട്ട് എന്താണോ വേണ്ടത് പെണ്ണിന് അങ്ങോട്ട് മഹർ കൊടുക്കണം, അങ്ങോട്ട് മഹർ കൊടുത്ത് കെട്ടണം. മഹർ കൊടുക്കുക എന്നുള്ളതെന്നൊരു ചെറിയ ആചാരം മാത്രമാണ് നമുക്ക്, അല്ലേ? നിക്കാഹിന്റെ സമയത്ത് ഇരുന്നുകൊണ്ട് പെണ്ണിന്റെ ചെക്കന്റെ അടുക്ക ചോദിക്കും ഖത്തീബ്, എത്ര മഹർ, എത്ര മഹർ? അപ്പൊ ചെക്കൻ ആദ്യം കേൾക്കായി മഹർ എന്നുള്ളത്. അപ്പൊ അപ്പുറത്തിരുന്നുകൊണ്ട് വാപ്പ പറയും, ഏയ് അവിടെ ചോദിക്കണ്ട, ഞാൻ തന്നോളാം, ഇയാളല്ലേ കെട്ടുന്നേ, ഇയാളല്ലേ കെട്ടുന്നത്, ഞാൻ തന്നോളാം. അപ്പോഴും ഇവൻ അറിയുന്നില്ല ഈ ഒരു പ്രശ്നത്തെ കുറിച്ച്. അപ്പൊ വാപ്പ ഏറ്റു. എന്നിട്ട് വാപ്പ ഒടുക്കത്തെ ഒരു മഹർ അങ്ങ് പറയും, ഒരു 90 രൂപ, ഇത് കൂടുതൽ കൊടുക്കൂല. ഇസ്ലാം പറഞ്ഞതെന്താ? പെണ്ണിന് മഹർ കൊടുക്കണം, പെണ്ണിന് മഹർ കൊടുക്കണം. മഹർ കൊടുക്കണമെന്ന് മാത്രമല്ല, പെണ്ണ് ആ മഹർ വാങ്ങണം. അവളത് ചോദിച്ചു വാങ്ങാൻ അവൾക്ക് അവകാശമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വരുന്ന പുതുമണവാളൻ, പെണ്ണ് മണിയറയിൽ ഇരിക്കുമ്പോഴേക്ക് ചെറുക്കൻ കടന്നു വരുമ്പോൾ, അങ്ങനെ ആ സുന്നത്ത് കേട്ടോ, ആദ്യം പെണ്ണ് മണിയറയിൽ ഇരിക്കണം, പിന്നെ ചെറുക്കൻ അങ്ങോട്ട് പോകണം, അതാ സുന്നത്ത്. ഇപ്പൊ കാര്യം അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ കാലുമേ കാലും കയറ്റി സിഗരറ്റും ഒക്കെ വെച്ചോണ്ട് ചെറുക്കൻ പോയിട്ട് അങ്ങ് ഇരിക്കും, വരട്ടെ എന്ന് പറഞ്ഞിട്ട്. പതുക്കെ പെണ്ണ് ഇങ്ങനെ ആടിനെ അറക്കാൻ കൊണ്ടുവരുന്നത് പോലെ കുറെ ആളുകളൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ഒറ്റ തള്ളാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട്. ഇസ്ലാമിന്റെ സുന്നത്ത് നിയമമുണ്ട് മോനെ, എല്ലാ കാര്യത്തിനും നിയമമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം പോയി മണിയറയിൽ ഇരുന്നു, പിന്നെ അലി എന്നത്. അതുപോലെയാണ് ഇസ്ലാമിൽ ആദ്യമാണ്
പെണ്ണാണ് ആദ്യം മണിയറയിൽ പോയിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് മനഃശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്. പെണ്ണ് മണിയറയിൽ പോയിരുന്നു കൊണ്ട് താൻ വരാൻ പോകുന്ന പുരുഷനോടൊപ്പമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു ചെറിയ തയ്യാറെടുപ്പെങ്കിലും ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടൊരു മാനസിക തയ്യാറെടുപ്പ് എടുത്തതിന് ശേഷം വേണം ഇവനങ്ങോട്ട് കയറി ചെല്ലാൻ. ഇതല്ലാതെ ഇവൻ അവിടെ ഇങ്ങനെ കയറി കാലുമേ കാലും കെട്ടി ഇരുന്നിട്ട് ഏതോ ഒരു അഗാധ മരണഗർത്തത്തിലേക്ക് പോകുന്നത് പോലെ കൊണ്ടങ്ങോട്ട് തള്ളിയിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇസ്ലാമികമല്ല. ഇതിനൊക്കെ നിയമമുണ്ട്, വ്യക്തമായ നിയമം. അങ്ങനെ പുരുഷൻ അവിടെ പെണ്ണവിടെ ഇരിക്കുക. അപ്പൊ പുതിയാപ്പിള കയറി ഇങ്ങോട്ട് വന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് വലിയ ബഹളമൊക്കെ വെച്ച് കൂട്ടുകാർക്കൊക്കെ ചാപ്പാടൊക്കെ കൊടുത്ത് പാർട്ടിയൊക്കെ കൊടുത്ത് എല്ലാരെയും വിട്ടിട്ട് പുതിയാപ്പിള വരിക. വരുമ്പോൾ പെണ്ണിന് ചോദിക്കാം വാതിൽക്കലേക്ക് ചെന്നിട്ട്, ഒരു നിമിഷം നിൽക്കണേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ തന്നെ അവന്റെ ഉള്ളിലൊരു 7-ാം ഫാത്തിഹ ഓതും. എന്താ, അല്ല ഈ നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് മഹ്റ് വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. എത്ര പറഞ്ഞേ? 2 പവന്റെ സ്വർണം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ അങ്ങോട്ട് ഇറങ്ങിയേ. ഇറക്കിയിട്ട് കഥകടയ്ക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. പെണ്ണിന് മഹ്റ് തന്നാലല്ലാതെ എന്റെ ശരീരത്ത് തൊടരുതെന്ന് പറയാൻ പെണ്ണിന് അവകാശമുണ്ട്. വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവുമായിട്ട് 1000 സ്വപ്ന സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി മണിയറയിലേക്ക് കടന്നു വരുന്ന പുതുമണവാളനെ തന്റെ അവകാശത്തിന്റെ പേരിൽ മണിയറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പെണ്ണിന് അനുവാദം കൊടുക്കുന്ന പ്രപഞ്ചത്തിലെ ഏക പ്രത്യയശാസ്ത്രം വിശുദ്ധ ഇസ്ലാം മാത്രമാണോ? വേറൊരു മതവും ഇത് അനുവദിക്കുന്നില്ല. എന്റെ ശരീരത്ത് തുടരുത് മഹർ തരാതെ. ഈ മഹറാണ് ഇസ്ലാം ആകെ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഏത് നിക്കാഹ് ലോകത്ത് നടക്കുന്നോ മഹർ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അറബി നാടുകളിലൊക്കെ ഇന്ന് അടുത്ത സമയത്ത് മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. മാധ്യമം എനിക്കിപ്പം വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള പത്രമാണ്, എന്നാലും അതിൽ വന്ന ഒരു വാർത്ത ഞാൻ പറയുന്നു എന്ന് മാത്രം. മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. സൗദി അറേബ്യയില് ഒരു യുവജന സംഘടന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ കാശ് പിരിച്ചിട്ട് ഒരു സമൂഹ വിവാഹം, പുരുഷന്മാരുടെ സമൂഹ വിവാഹം നടത്തി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് വായിച്ചു നോക്കി, എന്താ ഇത് കാര്യം? നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ സമൂഹ വിവാഹമല്ലേ നടത്തുക, ഇതെന്താ പുരുഷന്മാരെ കെട്ടിക്കാനുള്ള കാര്യം? വായിച്ചു നോക്കിയപ്പോൾ അറിയുന്ന എന്താണ്, അവിടെ സ്ത്രീധനം എന്നുള്ള പ്രശ്നമേ തൊട്ട് തീണ്ടിയിട്ടില്ല. മഹ്റ് ഓരോ വീട്ടിലും പെണ്ണ് ജനിക്കുമ്പോൾ, ഇന്ന് ചെറുക്കൻ ജനിക്കുമ്പോൾ വാപ്പ സ്വപ്നം കാണുന്നത് പോലെ പെണ്ണ് ജനിക്കുമ്പോൾ വാപ്പാമാര് സ്വപ്നം കാണുന്നു, എനിക്കെന്റെ ദീൻ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യം എന്റെ മകള് വഴി കിട്ടും. അങ്ങനെ മകൾക്ക് മഹർ 1,00,000 ദിർഹം, 2,00,000 ദിർഹം, 50,000 ദിർഹം മഹർ കൊടുത്താലേ മോളെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ. ഈ മഹർ കൊടുക്കാനില്ലാത്തത് കൊണ്ട് കെട്ടാൻ പറ്റാതെ നടക്കുന്ന അറബി ആൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ മഹർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാര് സംഘടന ഉണ്ടാക്കി കാശ് പിരിച്ച് മഹർ കൊടുത്തിട്ട് കെട്ടിപ്പിക്കുന്നു പെണ്ണുങ്ങളെ. കണ്ടോ പെണ്ണിന്റെ വില ഇതാ. ഉമ്മാമാർക്ക് തോന്നുന്നുണ്ടോ അറേബ്യ ജനിച്ചാൽ മതിയായിരുന്നെന്ന്? എന്ത് ചെയ്യാ, ഇവിടെ ജനിച്ചു പോയില്ലേ? അറേബ്യയിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നോ? അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന് കൽപ്പിച്ച അംഗീകാരം ഇതാണ്, മറച്ചുവെക്കുക. മറച്ചുവെക്കുന്നത് എപ്പോഴും അറിയാൻ വ്യഗ്രത ഉണ്ടാവും. പെണ്ണിന്റെ ശരീരം മറച്ചുവെച്ചേ പറ്റൂ. അത് മറച്ചുവെക്കുന്നത് അറിയാനുള്ള താല്പര്യം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മൾ ആരെങ്കിലും റോഡേ നടന്നു പോകുമ്പോൾ, ഉദാഹരണം അനുചിതമായി പോകുന്നു എന്നൊന്നും തോന്നണ്ട, വെറുതെ അങ്ങ് ചിന്തിച്ചാൽ മതി ശരിയാണോ തെറ്റാണോ എന്ന്. റോഡെ നടന്നു പോകുമ്പോൾ അടുത്ത വീട്ടിലെ മതിലിന് പിന്നിൽ നിന്നുകൊണ്ട്, മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തുണി കഴുകുന്നു. തുണി കഴുകുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് സാരി ഉടുത്തിരിക്കുന്നത് ഒരൽപ്പം ഒന്ന് ഉയർന്നിരിക്കുന്നു. സ്ത്രീയുടെ സാരി ഒരൽപ്പം ഒന്ന് ഉയർന്നിട്ട് കണങ്കാലിന്റെ വെളുപ്പ് കാണത്തക്കവണ്ണം ഉയർന്നിരിക്കുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ അറിയാതെ ഒന്ന് നോക്കിപ്പോയി. പെട്ടെന്ന് സാധാരണ നിലയിൽ ഈ കാല് കണങ്കാലിന്റെ വെളുപ്പ് വരെ കാണത്തക്കവണ്ണം ഇങ്ങനെ തുണി പുറത്തേക്ക് ഉയർന്നിരിക്കുന്നത് കണ്ടാൽ ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോകും. ഞരമ്പ് രോഗികളാണെങ്കിൽ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കും. സാധാരണ നിലയിൽ ഒന്ന് നോക്കി പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോകും. സാധാരണ നിലയിൽ കുറച്ചുകൂടെ ഒക്കെ ഉയർന്ന പൊസിഷനിൽ എത്തുമ്പോൾ നോക്കാതൊക്കെ പോകാൻ പറ്റും, അത് വേറെ കാര്യം. സാധാരണ നിലയിൽ നോക്കി ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോകും. ഇതെന്താ? സാധാരണ ഒരു സ്ത്രീയുടെ കണങ്കാല് കാണപ്പെടാത്തപ്പോൾ, ആ സ്ത്രീയുടെ കണങ്കാലിന്റെ വെളുപ്പ് കണ്ടപ്പോൾ, കണങ്കാലിന്റെ തുടുപ്പ് കണ്ടപ്പോൾ അറിയാതെ ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോയി. എന്നാ PT ഉഷ ഇത്രയുള്ള ഒരു ഷഡ്ഡി ഇട്ടിട്ട്
ഓടുന്നത് എത്രയോ വട്ടം നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷെ PT ഉഷ ഓടുമ്പോൾ ആരെങ്കിലും PT ഉഷയുടെ ശരീരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ടോ? ഇല്ല. ഓട്ടത്തിന്റെ സ്പീഡാ നോക്കുന്നത്. എന്താ കാര്യം? ബാക്കിയൊക്കെ ഒരുപാട് കാലം കൊണ്ട് കാണുന്നതാണ്, അതിനൊരു മതിപ്പില്ല. ഇത് ഞാൻ പറയുന്നത് ചിരിക്കുന്നതിനോടൊപ്പം ഒന്ന് ചിന്തിക്കുക കൂടെ ചെയ്യണേ. PT ഉഷയുടെ ശരീരം ചെറുപ്പം മുതൽ ശരീരം മൊത്തം പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യത്തുള്ള ലോകത്തുള്ള ജനങ്ങൾ മൊത്തം ഉഷ എന്ന പെൺകുട്ടിയുടെ ശരീരം കണ്ടിട്ട് ആ പെണ്ണ് ഓടുമ്പോഴും അവൾ എവിടെങ്കിലും നിൽക്കുമ്പോഴും അവളുടെ ഫോട്ടോ കാണുമ്പോഴും ഒന്നും ആരും ആ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. അവളുടെ ഓട്ടത്തെ കുറിച്ച് മാത്രമാണ് നോക്കുന്നത്. കാരണം എന്താ? ഈ ശരീരം ഒരുപാട് കാലം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ്. എല്ലാ പെണ്ണുങ്ങളും PT ഉഷയെ പോലായ പിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം വരുമോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു സ്ത്രീയുടെ ശരീരത്തോടും പുരുഷന് കൗതുകമില്ലാതായാൽ പിന്നെ ഇവിടുത്തെ സ്ത്രീ പുരുഷ ബന്ധവും ഇവിടുത്തെ മനുഷ്യന്റെ സന്തുലിതാവസ്ഥയും ഒക്കെ തെറ്റില്ലേ? സ്ത്രീയുടെ ശരീരം ഇഷ്ടപ്പെടാത്ത ഒരു സാധനമായി, താല്പര്യമില്ലാത്ത ഒരു സാധനമായി പുരുഷന് മാറിക്കഴിഞ്ഞാൽ ഒന്നോർക്കണം, സ്ത്രീ ശരീരത്തോട് പുരുഷന് താല്പര്യം തോന്നാതെ വന്നാൽ പിന്നെ ഇവിടെ സന്താനാൽപാദനം എന്ന പ്രക്രിയ തന്നെ നടക്കില്ല. തിരിച്ചുണ്ടായി പോയാലും നടക്കും. പക്ഷേ ഇങ്ങോട്ട് വന്ന സ്ത്രീ ശരീരത്തോട് പുരുഷന് താല്പര്യം വരാത്ത ഒരു സാഹചര്യം വന്നു പോയാൽ സന്താനോൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ പിന്നെ ലോകത്ത് നടക്കില്ല. വളരെ ഗൗരവവും അവഗാഹപൂർവവും അവഗാഹത്തിൽ ഇറങ്ങി വന്ന് വളരെ അവധാനതയോടെ ചിന്തിക്കേണ്ട വിഷയമാണിത് കേട്ടോ. സ്ത്രീയുടെ ശരീരം മറച്ചു വെക്കണം ഇസ്ലാം പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു വലിയ മനഃശാസ്ത്രപരമായ സത്യമുണ്ട്. ഈ ശരീരം മറച്ചു വെക്കാൻ ഇസ്ലാം പറഞ്ഞപ്പോൾ ഇത് മോശമാണ്, ഇത് വൃത്തികെട്ട പരിപാടിയാണ്, പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പിടിച്ചിറക്കൂ, അടുക്കളയുടെ അകത്തളത്തിൽ പർദ്ദയിട്ടുകൊണ്ടിരുന്ന് പ്രസവിക്കാനുള്ളവൾ മാത്രമല്ല സ്ത്രീ, അവൾ പുറത്തിറങ്ങി പ്രസംഗിക്കാനുള്ളവൾ കൂടിയാണ്, അവളെ ഇങ്ങോട്ട് പിടിച്ചിറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നടന്ന വിപ്ലവകാരികളൊക്കെ ഇന്ന് പറയുന്നു പെണ്ണുങ്ങളെ ഒന്ന് തിരിച്ചു പിടിച്ച് അകത്തോട്ട് കയറ്റൂ, ഇത് വല്ലാത്ത ഒരവസ്ഥയായിരിക്കുന്നു, ഈ സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് നടക്കാൻ പാടില്ല. ബീച്ചിലും പാർക്കിലും ചുറ്റി നടന്ന് സ്ത്രീ എന്ന ശരീരത്തിന് യാതൊരു വിലയും നിലയും അംഗീകാരവും ഇല്ലാതായി അരച്ചാൻ തുണി ഉടുത്തുകൊണ്ടും തുണി ഉടുക്കാതെയും മുതലാളിമാരുടെ ക്യാമറയ്ക്ക് മുന്നിൽ അഴിഞ്ഞാടുന്ന വൃത്തികെട്ട വിഭാഗമായി പെണ്ണുങ്ങൾ മാറിയപ്പോൾ, പെണ്ണുങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ ചുറ്റിയോടാൻ തുടങ്ങിയപ്പോൾ 21ാം നൂറ്റാണ്ടിന് ദൈവം തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിരിക്കുന്ന ശാപം എയ്ഡ്സ്, മാരകവും ഭീകരവുമായ രോഗം എയ്ഡ്സ്. ഇന്നുവരെ ഈ നിമിഷം മഅ്ദനി പ്രസംഗിക്കുന്ന റമളാൻ ഈ രാത്രി വരെ ലോകം പരിഹാരം കണ്ടിട്ടില്ല എയ്ഡ്സ് എന്ന മാരക രോഗത്തിന്. എയ്ഡ്സിനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വലതുകാലിന്റെ തള്ളവിരലെന്ന് അമർത്തിയാൽ ലോകം മൊത്തം ടക്ക് ടക്കെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റിയ അത്യന്താധുനികമായ ആറ്റം ബോംബുകൾ കണ്ടുപിടിച്ച അമേരിക്കക്കാരന് പോലും ഇന്നുവരെ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അവസാനം എന്താ ചെയ്യുന്നത്? ബോർഡ് എഴുതി വെക്കുക ബസിന്റെ പുറത്ത്, യുവാക്കളെ യുവതികളെ സൂക്ഷിക്കുക, എയ്ഡ്സ് അത് മാരകമാണ്, അതുകൊണ്ട് അപരിചിതരുമായിട്ടുള്ള ലൈംഗിക വീഴ്ച ഒഴിവാക്കുക. പരിചയമുള്ളവരുമായിട്ടോ ഇസ്ലാം പറഞ്ഞു അപരിചിതരായാലും പരിചയമുള്ളവരായാലും ലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യല്ലേ, അത് വളരെ മോശമായ കാര്യമാണ് കേട്ടോ. വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിൽക്കണേ. കണ്ണുകൊണ്ട് പോലും വ്യഭിചരിക്കാൻ പാടില്ല. അന്യ സ്ത്രീകളോട് വ്യഭിചാര ചിന്തയോടെ കണ്ണുകൊണ്ട് പോലും നോക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അപ്പോഴൊക്കെ ഇത് പഴഞ്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ അമേരിക്കക്കാരൻ ഇന്ന് ബോർഡ് എഴുതുന്നു, യുവാക്കളെ യുവതികളെ പഴഞ്ചൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മതമൂല്യങ്ങളിലേക്ക് മടങ്ങുക. ഇന്ന് അമേരിക്കക്കാരന് തെരുവിൽ ബോർഡ് വെക്കേണ്ടി വന്നിരിക്കുന്നു, മതമൂല്യങ്ങളിലേക്ക് മടങ്ങുക. എന്താ കാര്യം?
മതമൂല്യങ്ങളിൽ നിന്ന് പുറത്തുപോയി, മതചിന്തകളിൽ നിന്ന് പുറത്തുപോയി, വ്യഭിചാരം നിത്യതൊഴിലായി, എയ്ഡ്സ് മാരകവും ഭീകരവുമായ രോഗം. എയ്ഡ്സ് റഹ്മാനേ, എന്തൊരത്ഭുതമാണ്! 5 നേരം കൃത്യമായി നിസ്കരിച്ച് നോമ്പ് പിടിച്ച് തഖ്വയോടെ ജീവിക്കുന്നവന് പോലും രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം മാരകമായിരിക്കുന്നു. എങ്ങനെ? എയ്ഡ്സ് രോഗിയായ മനുഷ്യൻ തുപ്പുന്ന തുപ്പുനീരിൽ ചെരുപ്പില്ലാതെ ചവിട്ടിപ്പോയാൽ ചവിട്ടുന്നവന് എയ്ഡ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ വന്ന ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുത്ത നീഡിലുണ്ടല്ലോ, സിറിഞ്ച് ഉണ്ടല്ലോ, ആ നീഡിൽ, ആ സിറിഞ്ചിൽ ഇഞ്ചക്ഷൻ നേരത്തെ എടുത്തത് എയ്ഡ്സ് രോഗിക്കാണെങ്കിൽ ആ സിറിഞ്ച് വേണ്ടവണ്ണം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിൽ മരുന്നെടുത്തിട്ട് രണ്ടാമത് വന്നവൻ ഇഞ്ചക്ഷൻ എടുത്താൽ അവൻ ഒരിക്കലും വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തവനാണെങ്കിലും അവനും എയ്ഡ്സ് പകരുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകവും ഭീകരവുമായ രോഗം. ഇസ്ലാം പറഞ്ഞു പെണ്ണിനെ നിലയ്ക്ക് നിർത്തുക, സ്ത്രീ ഔറത്ത് മറയ്ക്കട്ടെ, സ്ത്രീ ഇസ്ലാമിക മൂല്യങ്ങളോടെ ജീവിക്കട്ടെ, സ്ത്രീ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ, ശരീരം പുറത്തു കാണിക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ശരീരം പുറത്തു കാണിക്കാതിരിക്കുന്നത് പഴഞ്ചനല്ല. അറിയുമോ, ഇമാം ഖുമൈനിയുടെ ഇറാനിൽ പർദ്ദ ഇട്ടുകൊണ്ട് വിമാനമോടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഖുമൈനിയോട് മഅ്ദനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഖുമൈനിയുടെ ഷിയായിസത്തോട് മഅ്ദനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിപ്ലവം നടന്ന ഒരു നാടാണ് ഇറാൻ. ആ ഇറാനിലെ ഇമാം ഖുമൈനിയുടെ നാട്ടിൽ ഇന്ന് പർദ്ദ ഇട്ടുകൊണ്ട് വിമാനമോടിക്കുന്ന വനിതാ പൈലറ്റുകളുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദ ഇട്ടുകൊണ്ട് വിമാനമോടിക്കുന്നു. ആകാശത്തു കൂടി ഓടിക്കുന്ന വിമാനം പോലും പർദ്ദയിട്ട പെണ്ണിന്റെ കൈകളിലൂടെ തിരിയുന്നതിന് തടസ്സമില്ലെങ്കിൽ പർദ്ദയിടുന്നത് അപമാനകരമാണോ? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഭാര്യാസഹിതം പോവുകയുണ്ടായി ഇറാൻ സന്ദർശിക്കാൻ. ശങ്കർ ദയാൽ ശർമ്മയുടെ ഭാര്യ പരമ്പരാഗത ഭാരതീയ വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് പോയത്. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാര്, വനിതാ പൈലറ്റുമാർ, ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസ്മാര് ഇറങ്ങാൻ നേരത്ത് പർദ്ദ കൊണ്ടുവന്നു കൊടുത്തു. ഈ മണ്ണിലേക്ക് ഇറങ്ങണോ? പർദ്ദയിട്ടോണ്ട് ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങിയില്ല. പർദ്ദ കൊടുത്തിട്ട് അവരിടാൻ തയ്യാറായില്ല, അതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇറാന്റെ മണ്ണിൽ പർദ്ദ ഇട്ടുകൊണ്ടാണ് സ്ത്രീകൾ നടക്കുന്നത്. ഇറാന്റെ മണ്ണിൽ മതമൗലികവാദികളെന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനിലെ മുസ്ലിം സ്ത്രീകള് പർദ്ദയിട്ടുകൊണ്ട് വിമാനമോടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. മക്കളെ, പർദ്ദയിടുക എന്നുള്ളത് ജോലി ചെയ്യാൻ തടസ്സമല്ല, അത് അഭിമാനത്തിന് കോട്ടം വരുത്തുന്നതല്ല, അത് മുസ്ലിം സ്ത്രീയുടെ ഇസ്സത്ത് തെളിയിക്കുന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ട് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. വയറ് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ്, മുടി ചുരുട്ടിക്കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ്, റോഡിലൂടെ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കൂല. വലാ യജ്ദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ മണം പോലും ആ പെണ്ണിന് കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുനിയാവിലെ ജീവിതം നൈമഷികമാണ് മോളെ. ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റില്ല. മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാൻ പറ്റില്ല. പൊന്നുമോളെ, നീ എത്ര സുന്ദരമായി സൂക്ഷിക്കുന്ന ശരീരമായാലും ബഹുമാനപ്പെട്ട ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ, പൊന്നുമോളെ, ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് തയ്യാറുണ്ടോ? നിന്നെ കൊണ്ട് ക്യൂടെക്സ് ഇടിയിപ്പിക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ. ആലപ്പുഴയിൽ അടുത്ത കാലത്തൊരു മുസ്ലിം പെൺകുട്ടി കൊല്ലപ്പെട്ടു. എന്താ കാര്യം? പത്രങ്ങളിൽ വന്ന വാർത്ത എന്താ? ഭർത്താവ് നിർബന്ധിക്കുന്നു മുടി ബോബ് ചെയ്യാൻ, പെണ്ണ് മുടി ബോബ് ചെയ്യുന്നില്ല. ഭർത്താവ് നിർബന്ധിക്കുന്നു പുരികം പ്ലഗ് ചെയ്യാൻ, പെണ്ണതിന് തയ്യാറാകുന്നില്ല. ഭർത്താവ് നിർബന്ധിക്കുന്നു ക്യൂടെക്സ് ഇട്ടുകൊണ്ടും അതുപോലെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടും നടക്കാൻ, മുസ്ലിം പാരമ്പര്യമുള്ള പെണ്ണതിന് തയ്യാറാകുന്നില്ല. ഞാൻ ആലപ്പുഴയിൽ ഒരു പാർട്ടി പരിപാടിക്ക് പോയിട്ട് വന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ ലോഡ്ജിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ISSന്റെ കാലത്ത് മുതലേ ഇസ്ലാമിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ്. എനിക്ക് നന്നായിട്ടറിയാവുന്ന ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്നു. ഉസ്താദേ, വാപ്പ മരിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. ആലപ്പുഴ ടൗണിലൂടെ ചുമടെടുത്ത് നടന്നുണ്ടാക്കിയ കാശ് കൊണ്ടാണ് എന്റെ പെങ്ങളെ കെട്ടിച്ചത്. എന്റെ പെടലി ഭാരം കൊണ്ട് താന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് എന്റെ പൊന്നു പെങ്ങളെ കെട്ടിച്ചത്. പക്ഷെ എന്റെ പെങ്ങളെ ആത്മഹത്യ ചെയ്തു എന്ന പേരിൽ കൊന്നുകളഞ്ഞു. ഉസ്താദേ, എന്തിനാ ചെയ്തതെന്നറിയോ? എന്താ മോനെ കാര്യം? ബോബ് ചെയ്യാൻ തയ്യാറായില്ല, ലിപ്സ്റ്റിക് വരട്ടാൻ തയ്യാറായി
തയ്യാറായില്ല, ക്യൂടെക്സ് വരട്ടാൻ തയ്യാറായില്ല. എന്തിനാ പ്രിയപ്പെട്ട മുസ്ലിമേ? നിന്റെ ഭാര്യ ആരെ കാണിക്കാനാണടാ? കന്നുകാലി ചന്തയില് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ നീ എന്തിനാ കൊണ്ടുപോകുന്നത്? ഔറത്ത് മറയ്ക്കാത്ത നിന്റെ ഭാര്യയുടെ ശരീരം മൊത്തം പുറത്ത് കാണിച്ച് നാട്ടുകാരൻ ആസ്വദിക്കാൻ വേണ്ടി സ്കൂട്ടറിന്റെ പിറകിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നാണംകെട്ട ചെറുപ്പക്കാരനായ മുസ്ലിമേ, എന്തിനാ നിന്റെ ഭാര്യയെ ഇങ്ങനെ കച്ചവട ചരക്കായി കൊണ്ട് നടക്കുന്നത്? എന്തിനാ നിന്റെ ഭാര്യയുടെ ശരീരം പുറത്ത് പ്രദർശിപ്പിക്കുന്നത്? നീ സൗന്ദര്യത്തോടെ സൂക്ഷിക്കുന്ന ഈ ശരീരമെല്ലാം ഈ റൂഹങ്ങ് വേർപെട്ടു പോയാൽ പോയില്ലേ മുസ്ലിമേ? ധൈര്യമുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടതിന് ശേഷം നീ ധൈര്യവാനാണെങ്കിൽ നിന്റെ ഭാര്യയെ കൊണ്ടുപോയി കബറടക്കിയ സ്ഥലത്തേക്ക് നീ പോകുമോ? മൂന്നാമത്തെ ദിവസം നിനക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു ഭാര്യ എവിടെ? എന്റെ രാത്രിയെ ചൈതന്യമുള്ളതാക്കിയവളെവിടെ? എന്റെ ചുടുനിശ്വാസം ഒപ്പിയെടുത്തവളെവിടെ? എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജന്മം കൊടുത്തവളെവിടെ? എന്റെ പൊന്നോമന ഭാര്യ എവിടെ? എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം. ഞാൻ പറയുമ്പോൾ മുടി ബോബ് ചെയ്യുന്ന എന്റെ ഭാര്യ, ഞാൻ പറയുമ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് വരട്ടുന്ന എന്റെ ഭാര്യ, ഞാൻ എടുത്തു കൊടുക്കുന്ന 30 സെന്റിമീറ്ററിന്റെ തുണി കൊണ്ട് കഷ്ടിച്ച് ബ്ലൗസ് പോലൊരു സാധനം ഉണ്ടാക്കിയിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ ഭാര്യ, എനിക്കവളെ കാണണം. എവിടെ? എന്റെ ആജ്ഞകളെ ശിരസാവഹിക്കുന്ന എന്റെ ഭാര്യ. ധൈര്യമുണ്ടോ മുസ്ലിമേ? പള്ളിപ്പുരയിടത്തിലേക്ക് പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ? മുഅദ്ദിൻ ഉറങ്ങുമ്പോൾ, മുക്രി ഉറങ്ങുമ്പോൾ, ഇമാം ഉറങ്ങുമ്പോൾ നീ രാത്രി പോകുവോ? നിനക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാൻ ചങ്കൂറ്റമുണ്ടോ? ആരും അറിയാതെ നീ പോകുമോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് കബറടക്കം ചെയ്ത കബറിന്റെ അടുത്ത് നീ എത്തുമോ? ആ കബറിന്റെ പുറത്തുനിന്ന് ഒരൽപ്പം മണ്ണങ്ങ് മാറ്റുമോ? കബറിന്റെ പുറത്തുനിന്ന് പലകകൾ മാറ്റുമോ? കബറിന്റെ പുറത്തുനിന്ന് കല്ലങ്ങ് മാറ്റുമോ? നിന്റെ പ്രിയതമയെ അടക്കം ചെയ്ത കബറിൽ നിന്ന് ആ മൂടി വെച്ചിരിക്കുന്ന തുണിയൊന്ന് മാറ്റുമോ? അല്ലാ അല്ലാ. കാജാ കൺമഷി പുരട്ടി നിന്റെ ഭാര്യ സൂക്ഷിച്ചിരുന്ന കണ്ണുകൾ അവിടെ കാണില്ല മോനെ. ആ കണ്ണ് പോയിട്ട് അവിടെ 2 ഗുഹയാണ് പൊന്നുമോനെ കാണുന്നത്. സുന്ദരമായി ഷാംപൂ ഉപയോഗിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന നിന്റെ ഭാര്യയുടെ ആ കട്ടിപിടിച്ച മുടി കാണില്ല മോനെ. ആ മുടിയെല്ലാം പൊഴിഞ്ഞു മാറിയിട്ട് തലയോട്ടിയാണ് കാണുന്നത്. നിന്റെ സുന്ദരിയായ ഭാര്യയുടെ ചുണ്ട് കാണില്ല മോനെ. ആ ചുണ്ടെല്ലാം ചിതലും പുഴുക്കളും കടിച്ചു തിന്നിട്ട് പല്ലുകൾ തള്ളിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിനക്ക് കഴിയുമോ ആ ശരീരമെടുത്ത് തോളിലിട്ടുകൊണ്ട് പുറത്തു വരാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആ ശരീരത്തിന് മുത്തം കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആ ശരീരത്തോട് സല്ലപിക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? ഈ ശരീരത്തിന്റെ അവസ്ഥ ഇതല്ലേ ഉള്ളൂ. ഈ കൺമഷി പുരട്ടിയ കണ്ണെവിടെ? ഈ ക്യൂടെക്സ് പുരട്ടിയ നഖമെവിടെ? ഈ ലിപ്സ്റ്റിക് പുരട്ടിയ ചുണ്ടെവിടെ? ഈ ഷാംപൂ തേച്ച് കഴുകിയ മുടിയെവിടെ? എല്ലാം അവിടെ പോകുന്ന ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ആ കബറിന്റെ ഭീകരതയിൽ ചിതലും പുഴുക്കളും കടിച്ചു മുറിച്ച് തിന്നേണ്ട ശരീരമാണ് മോളെ. ഏത് പെണ്ണിന് പറയാൻ പറ്റും ഞാൻ 60 കൊല്ലം ജീവിക്കുമെന്ന്, ഞാൻ 50 കൊല്ലം ജീവിക്കുമെന്ന്, ഞാൻ 40 കൊല്ലം ജീവിക്കുമെന്ന്, ഞാൻ നാളെ ഈ സമയത്ത് ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത പെണ്ണേ, എന്തിനാ പൊന്നുമോളെ റബ്ബിന്റെ ശാപം പിടിച്ചു വെക്കുന്നത്? എന്തിനാ റബ്ബിന്റെ റസൂലിന്റെ ശാപം പിടിച്ചു വെക്കുന്നത്? എപ്പോഴാണ് മരിക്കുന്നതെന്നറിയാൻ പറ്റുമോ? ഈ ദുനിയാവാകുന്ന അദ്ദുനിയാ കുല്ലുഹാ ജീഫ, ദുനിയാവ് മൊത്തം ശവമാണ്. അതിനെ തേടുന്നവർ പട്ടികളാണ്. നബി മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവാകുന്ന ശവത്തെ കെട്ടിപ്പിടിക്കുന്ന
അനുഭവിക്കുന്ന പട്ടികളാവാതെ മക്കളെ, ദുനിയാവ് ആവശ്യം പോലെ നമ്മുടെ കൂടെ വന്നോളും. നമ്മൾ പോകേണ്ട വഴിയെ പോവുക, തഖ്വയുള്ളവരാവുക, ഈമാനുള്ളവരാവുക, അള്ളാഹുവിനെ പേടിക്കുക. എപ്പോഴും മരിച്ചാൽ കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. കലിമ ചൊല്ലി മരിക്കുക. കലിമ ചൊല്ലാതെ കന്നുകാലികളെ പോലെ മുക്രയിട്ട് എവിടെങ്കിലും കിടന്ന് ചത്ത് ആരെങ്കിലും എടുത്ത് പള്ളിയുടെ പുരയിടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്നിട്ട് റഹ്മാനെ പിന്നെ തുടങ്ങുന്ന ജീവിതം മൊത്തം നഷ്ടത്തിലായി, നാശത്തിലായി. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ മക്കളെ. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് വയ്യായ ബിനഫ്സി അവ്വലം ബിതഖ്വല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങളോടും എന്റെ സ്വന്തം ശരീരത്തോടും ഞാൻ ഉപദേശിക്കുന്നു, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാകാൻ, അള്ളാഹുവിന് തൃപ്തിയായ ജീവിതം നയിച്ച് അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.